Welcome to Sense of School of Life Sciences. Today we can study about biological classification. Biological classification we will biologists group and categorize extinct and extant species of organisms. Scientific classification വരുന്നതിന് മുമ്പ് തന്നെ മനുഷ്യർ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തിരുന്നു. ഫുഡിന് വേണ്ടിയുള്ള ഷെൽട്ടർ, ക്ലോത്തിങ് നോക്കാം. Aristotle classified animals into two groups, Anaima and Anaima. Anaima എന്ന് പറയുമ്പോൾ എന്താ, animals with red blood. Anaima, animals with no red blood. അപ്പോൾ ചുവന്ന രക്തമുള്ള അനിമൽസ് എന്നും ചുവന്ന രക്തം ഇല്ലാത്തവയും അദ്ദേഹം പ്ലാന്റ്സിനെയും ക്ലാസിഫൈ ചെയ്തു. He classified plants into herb, shrubs and trees. അടുത്ത ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. ആരുടേതാ? Carl Linnaeus അല്ലെങ്കിൽ Carolus Linnaeus. He classified all organisms under two large kingdoms. Two kingdoms. ഇതെല്ലാം plant kingdom and animal kingdom. നമുക്കറിയാം ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പല ഒബ്ജെക്ഷൻസും ഉണ്ടായിരുന്നു. For example, this system did not distinguish between unicellular and multicellular organisms, eukaryotes and prokaryotic organisms. അതുപോലെ photosynthetic and non-photosynthetic organism. നമുക്കറിയാം നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആയിട്ടുള്ള പഞ്ചയും പ്ലാന്റയുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏണസ്റ്റ് ഹേക്കലിന്റെ ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ. It was formulated to include all unicellular microorganisms. Unicellular microorganisms like unicellular animals, algae, unicellular fungi. They are unicellular eukaryote. അപ്പം അങ്ങനെ ഒരു കിങ്ഡം കൂടെ വന്നു. ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഏതുകൂടെ വന്നു? പ്രോട്ടിസ്റ്റ് കൂടെ വന്നായിരുന്നു. ഓക്കെ, വീണ്ടും ഒരു പ്രശ്നമുണ്ട്. എന്താ? യൂണിസെല്ലുലാർ പ്രോകാരിയോട്സിനെ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു. അപ്പൊ അന്നേരം ന്യൂക്ലിയസ് വ്യക്തമായി കാണാൻ സാധിച്ചു. അങ്ങനെ സയന്റിസ്റ്റിന് they were able to distinguish between unicellular prokaryotes which do not have a distinct nucleus, അതായത് ഏതാ ബാക്ടീരിയ പോലുള്ളതും, unicellular eukaryotes and multicellular eukaryotes which possess a distinct nucleus. അങ്ങനെ ഉണ്ടായിട്ട് അപ്പൊ യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ് എന്ന് പറയുന്നത് അമീബ, യൂഗ്ലീന, സ്ലൈമോണ്ട് പോലെ അത് അങ്ങനെയുള്ളതും പിന്നെ മൾട്ടിസെല്ലുലാർ ഓർഗാനിസം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു ഡിമാർക്കേഷൻ വന്നു പ്രോകാരിയോട്സ് എന്നും യൂക്കാരിയോട്സ് എന്നും. നോക്കി, ഇവിടെ കിങ്ഡം മൊണീറ, അപ്പൊ ഇദ്ദേഹം പുതിയതായിട്ട് കൊണ്ടുവന്ന കിങ്ഡം മൊണീറ, അതിലെന്താ പ്രോകാരിയോട്സ്, പ്രോകാരിയോട്ടിക് ഓർഗാനിസം, ബാക്ടീരിയ, ബ്ലൂഗ്രീൻ, ആൽഗ. ബാക്കി ഇതെന്താ? കിങ്ഡം പ്രോട്ടിസ്റ്റ, അത് സിംഗിൾ സെൽഡ് അല്ലെങ്കിൽ യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ്, ഇത് മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്സ്, ഇതല്ല. അപ്പോ ഇവിടെ പ്രോകാരിയോട്സ് യൂക്കാരിയോട്സ് എന്നുള്ളത്, ഇവിടെ പ്രോകാരിയോട്സ് ബാക്കിയുള്ള യൂക്കാരിയോട്സ് അല്ലേ. അപ്പൊ ഇവിടെ ഫോർ കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പുതുതായിട്ട് വന്ന ഇതാണ് മൊണീറ. ഓക്കെ, ഇനി എന്താണ് പ്രശ്നം? നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസമായ ഫംഗൈ പ്ലാന്റിൽ നിന്ന് മാറ്റണം അല്ലെ. അതാരാ ചെയ്തത്? R.H. Pittager. അപ്പോൾ in 1969 American ecologist Robert H. Pittager instituted a five kingdom system with the kingdom Monera, Protista, fungi. പുതുതായിട്ടൊന്നും വന്നു, പ്ലാന്റ് ആൻഡ് അനിമൽ. ഇവിടെ ഇതെല്ലാവരും പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രദ്ധിക്കുക. ഇവിടെ ക്യാരക്ടേഴ്സ് ആണ്: സെൽ ടൈപ്പ്, സെൽ വാള്, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇവിടെ ഓരോ കിങ്ഡവും കൊടുത്തിരിക്കുകയാണ്. ഫൈവ് കിങ്ഡം കണ്ടല്ലോ, മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമൽ. ഇവിടെ സെൽ ടൈപ്പ് മൊണീറ പ്രോകാരിയോട്ടിക് ആണ്, ബാക്കി എല്ലാം യൂക്കാരിയോട്ടിക് ആണ്. സെൽ വാൾ നോക്കാം. എന്താ? മൊണീറയില് സെൽ വാൾ ഉണ്ട്, ബാക്ടീരിയ എല്ലാം സെൽ വാൾ ഉണ്ട്, പെപ്റ്റിഡോഗ്ലൈക്കാൻ മെയ്ഡ് ആണ്. പ്രോട്ടിസ്റ്റ അവിടെ പറഞ്ഞെന്താ? പ്രസന്റ് ഇൻ സം, സെൽ വാൾ പ്രസന്റ് ഇൻ സം. ഇത് പല എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ ഫംഗൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് ഒക്കെ വരുന്നത് നമുക്ക് പേരുകൊണ്ട് തന്നെ അറിയാം. പ്ലാന്റ്, എന്താ? പ്ലാന്റ്സ് എല്ലാം വരുന്നത്. അനിമേലിയ, അനിമൽസ് എല്ലാം വരുന്നത്.
പക്ഷെ പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കുക. അതിൽ വരുന്ന ഓർഗാനിസം എന്തൊക്കെ പഠിച്ചിട്ടുള്ളത്? അനിമൽ ലൈക്ക് ദെൻ ഫംഗൽ ലൈക്ക്, പ്ലാൻ ലൈക്ക്, ഇങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഉദാഹരണം അനിമൽ ലൈക്ക് ആയിട്ടുള്ളത് ഇതിൽ ഇതൊക്കെ വരുന്നത്. ഇപ്പോൾ പ്രോട്ടോസോവൻസ് നോക്കാം, അമീബ അല്ലെ, പാരൻസ്, ഇതൊക്കെ അനിമൽ ലൈക്ക്. അതെ, അനിമൽസിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്തുകൊണ്ടാണ്? വൈ? ബിക്കോസ് അനിമലിൽ വരുന്നതെല്ലാം എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പൊ ഇത് യൂണിസെല്ലുലാർ, എന്നാൽ അനിമൽ ലൈക്കാണ്. പിന്നെ എന്താ? പ്ലാൻ ലൈക്ക്. എന്താ? യൂഗ്ലീന, ക്ലാമിഡോമോണസ്, ക്ലോറല്ല. അപ്പോൾ എന്താ യൂഗ്ലീന, ഇതിനെല്ലാം എന്തുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്ലാന്റ് കൊടുക്കാമായിരുന്നു. കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ദേ ആർ മൾട്ടിസെല്ലുലാർ ഓർഗാനിസം. അപ്പൊ അവിടെയും വയ്ക്കാൻ പറ്റില്ല. അതുപോലെ സ്ലൈം മോൾഡ് നമുക്ക് പഞ്ചൈ, മൾട്ടിസെല്ലുലാർ ആയിട്ടുള്ള പഞ്ചയിൽ അത് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ പലതിലും വെക്കാൻ പറ്റാത്തത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യൂസ് ഇല്ലാത്ത കാര്യത്തെ ഒരു ഗാർബേജ് കാനിലുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതിനെ സാധാരണ പ്രോട്ടിസ്റ്റേ നമ്മൾ പറയാറുള്ള കിങ്ഡം പ്രോട്ടിസ്റ്റേ സാധാരണ പറയുന്നത് ഡംപിങ് ഗ്രൗണ്ട് കിങ്ഡം എന്ന് പറയും. ഒരു എക്സാമ്പിൾ ചോദിച്ചത് ഗാർബേജ് ക്യാൻ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അപ്പൊ ഗാർബേജ് ക്യാൻ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് നമ്മൾ സവിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? പ്രോട്ടിസ്റ്റ. എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലായല്ലേ? അപ്പോ ഗാർബേജ് ക്യാൻ ഓഫ് ക്ലാസിഫിക്കേഷൻ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ മറ്റ് കിങ്ഡത്തിലൊന്നും വയ്ക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചിലതിനെ എടുത്ത് ഇവിടെ കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് നമുക്കിവിടെ സെൽ വാൾ തന്നെ പറഞ്ഞാൽ എന്താ? പ്രസന്റ് ഇൻ സം. ഏതില്? പ്രോട്ടിസ്റ്റയില് അനിമൽ ലൈക്കുണ്ട്, പ്ലാൻ ലൈക്കുണ്ട്, ഫംഗൽ ലൈക്കുണ്ട്. ഇതില് ഏതിലായിരിക്കും സെൽ വാൾ ഉള്ളത്? നമുക്ക് നോക്കാം. അനിമൽ ലൈക്ക് അതിലിപ്പോ പ്രോട്ടോസോവൻ ഇതൊക്കെ സെൽ വാൾ ഉണ്ടോ? ഇല്ല. ഫംഗൽ ലൈക്ക് അതെ ഉണ്ട്. സെൽ വാൾ കൈറ്റിൻ മെയ്ഡ് ആയിട്ടുള്ള സെൽ വാൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില ഇതില് ഫംഗൽ ലൈക്ക് ആയിട്ടുള്ള ഇതിൽ കാണാം. അതുപോലെ പ്ലാൻ ലൈക്ക് ആയിട്ടുള്ള ഇതിൽ കാണാമല്ലോ. അപ്പൊ അങ്ങനെ ചില പ്രോട്ടിസ്റ്റുകളിൽ സെൽ വാൾ ഉണ്ട്. ക്ലിയർ അല്ലേ? ദെൻ ഇവിടെ പ്ലാന്റിൽ സെല്ലുലോസ് മേറ്റാണ്, അനിമലിൽ സെൽ വാൾ ഇല്ല. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇൻസിപ്പിൻ ന്യൂക്ലിയസ് ആണുള്ളത്. അവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ ഇതിലെല്ലാത്തിലും ഉണ്ടല്ലേ. ബോഡി ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ മൊണീറയും പ്രോട്ടിസ്റ്റയും ഒരു കാര്യത്തിൽ ഒന്നുപോലെ, രണ്ട് യൂണിസെല്ലുലാറാണ്. ഹൗ ദേ ഡിഫർ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. എന്താണ്? മൊണീറ യൂണിസെല്ലുലാർ പ്രോകാരിയോട്സ് ആണ്, പ്രോട്ടിസ്റ്റ യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ആണ്. ഇവിടെ ഇതെല്ലാം മൾട്ടിസെല്ലുലാർ ആണ്. ഇവിടെ മൾട്ടിസെല്ലുലാർ ലൂസ് ടിഷ്യൂ ആണ് ഫഞ്ചൈക്ക് ഉള്ളത്, കോമ്പാക്റ്റ് അല്ല. പ്ലാന്റ് ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ ഓർഗനൈസേഷൻ ആണ്. അനിമേലിയ ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം ലെവലാണ്. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് അനിമേലിയയിൽ എന്താ? ടിഷ്യൂ ചേർന്ന് ഓർഗൻ ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ട് അല്ലേ? ഇതിപ്പോ നമ്മളെ ഓർമ്മിച്ചാലും മതി. എന്താ? ഇനോട്ട് പെർഫോം പെർട്ടിക്കുലർ ഫംഗ്ഷൻ വി നീഡ് ആൻ ഓർഗൻ സിസ്റ്റം. ടിഷ്യൂന് മാത്രം പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ഓർഗന് മാത്രം പറ്റത്തില്ല. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ വായിച്ചിരിക്കുക. അപ്പൊ ഇവിടെ പ്ലാന്റ് ഓട്ടോട്രോഫിക്കാണ്, നമ്മൾ ഹെറ്ററോട്രോഫിക്കും. ഇവിടെ പഞ്ചൈ ഹെറ്ററോട്രോഫി എന്ന് പറഞ്ഞാൽ സാപ്രോഫിറ്റിക് ആയിട്ടുള്ള ഹെറ്ററോട്രോഫി ഉണ്ട്, പാരസിറ്റിക് ആയിട്ടുള്ള. പ്രോട്ടിസ്റ്റയിൽ ഓട്ടോട്രോഫിക് ഹെറ്ററോട്രോഫിക് ഉണ്ട്, മൊണീറ ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ഉണ്ട്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്താണ് ഈ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 3 ഡൊമൈൻ സിസ്റ്റം? 6 കിങ്ഡം ക്ലാസിഫിക്കേഷനുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് 3 ഡൊമൈൻ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡൊമൈനിലേക്ക് പോകും. അതുകൊണ്ടാണ് ഓവറിട്ട് ഞാൻ കൊടുത്തത്. ഇത് കാൾ ലൂയിസ് ആണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. ദിസ് ക്ലാസിഫിക്കേഷൻ വാസ് പ്രൊപ്പോസ്ഡ് ബൈ കാൾ ലൂയിസ്. 6 കിങ്ഡം ഇതൊക്കെയാണ്. ആർക്കിബാക്ടീരിയ, യൂബാക്ടീരിയ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. 6 അല്ലെ? 1 2 3 4 5 6. ഇവിടെ ഏതാണ് ഇവിടെ ഇല്ലാതെ പോയത്? മൊണീറ ഇല്ല.
ആ മൊണീറയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. മൊണീറയിൽ യു ബാക്ടീരിയ ശരിക്കുമുള്ള ബാക്ടീരിയ ഉണ്ട്, അതുകൂടാതെ ആർക്കി ബാക്ടീരിയ ഉണ്ട്. ഇതിനെ രണ്ടായി, മൊണീറയിലുള്ള ബാക്ടീരിയ രണ്ടായി. അപ്പൊ അങ്ങനെ 2 കിങ്ഡം കൂടെ വന്നു. ഞാൻ ഡൊമൈനിലേക്ക് വരാം. ആദ്യം സിക്സ് കിങ്ഡം മനസ്സിലാക്കാം. ഇങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്താണ് അദ്ദേഹം മൊണീറയിലുള്ള ആ ബാക്ടീരിയ ഉണ്ടാക്കിയത്? He separated the archibacteria and the eubacteria on the basis of ഒന്ന്, absence of peptidoglycan in the cell walls of archibacteria. അറിയാം, ബാക്ടീരിയ ഇൻ ജനറൽ നമ്മൾ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ടെന്ന് പറയും, പക്ഷെ അത് ആർക്കി ബാക്ടീരിയ ഇല്ല. പെപ്റ്റിഡോഗ്ലൈക്കൻ അതില് സെൽ വാളിലില്ല. അങ്ങനെ പിന്നെ ശരിക്കും അതിന്റെ അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് അക്വറൻസ് ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ ലിപ്പിഡ്സ് വളരെ പ്രധാനമാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഇൻ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പൊ ഇവിടെ സെൽ വാൾ ഇല്ലെന്ന് പറഞ്ഞു. അവിടെ ആബ്സെൻസ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ ഇൻ ദ സെൽ വാൾസ് ഓഫ് ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ, അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടെ സെൽ വാൾ ഇല്ല എന്ന് പറയാം. പകരം പ്ലാസ്മ മെംബ്രെയിൻ, അതിന്റെ സെൽ മെംബ്രെയിൻ ഉണ്ടല്ലോ. ആ സെൽ മെംബ്രെയിൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, എന്താ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ അല്ലേ അതിൽ കാണുന്നത്. പക്ഷേ ഇവിടെ എന്താ മോണോ ലെയർ, അതൊന്ന് ഒരു ലെയർ. അതും മറ്റൊരു പ്രത്യേകത ഉണ്ട്, ബ്രാഞ്ച്ഡ് ചെയിൻ ലിപ്പിഡാണ്, ഇത് മോണോ ലെയർ. അപ്പൊ സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ സാധാരണ ഉള്ളതിൽ നിന്നും വ്യത്യാസമാണ്. അപ്പൊ ഈ പ്രത്യേക രണ്ട് കാര്യങ്ങളും കൊണ്ടാണ് എന്താ ഇവിടെ മൊണീറയുള്ള ബാക്ടീരിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി കിങ്ഡം മൊണീറ കണ്ടോ, അതിന് യു ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ. അപ്പൊ 6 ആയാലും 1 കിങ്ഡം യു ബാക്ടീരിയ, കിങ്ഡം ആർക്കി ബാക്ടീരിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗി, പ്ലാന്റ്, അനിമേലിയ. ഇനി മറ്റൊരു കാര്യം കൂടെ ചെയ്തു, ഡൊമൈൻ. കിങ്ഡം യു ബാക്ടീരിയ അത് ഡൊമൈൻ ആയിട്ട്, ഡൊമൈൻ യു ബാക്ടീരിയ ആക്കി. ഒരു കിങ്ഡം ആർക്കി എന്താക്കി, ഡൊമൈൻ ആർക്കി ആക്കി. അപ്പൊ കിങ്ഡം, അപ്പൊ യു ബാക്ടീരിയ ആക്ച്വലി ഒരു കിങ്ഡമാണ്, അറ്റ് ദ സെയിം ടൈം എന്താണ്, ഡൊമൈൻ. അതെല്ലാം എക്സാമിന് ചോദിക്കും. അതുപോലെ കിങ്ഡം ആർക്കിയ, ഡൊമൈൻ ആർക്കിയ. ഇവിടെ കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമേലിയ, ഇത് അത്രയും കൂടെ ചേർന്ന് എന്താ ഡൊമൈൻ യൂക്കാരിയ. ക്ലിയർ അല്ലേ? ഇപ്പൊ എത്ര ഡൊമൈൻ ആക്കി ഇവിടെ? 3 അല്ലെ? 3 ഡൊമൈൻ. ഇതാണ് 3 ഡൊമൈൻ. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. 3 ഡൊമൈൻ സിസ്റ്റം എന്തിന്റെ അടിസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ, based on the variations in 16S rRNA sequence, Carl Weiss in 1990 divided all these 6 kingdoms into 3 domains. So evolutionarily, 16S rRNA is very important in phylogenetic studies. അത് പിന്നെ നമുക്ക് പഠിക്കാൻ വരുന്ന ക്ലാസ്സിന് ഒക്കെ വളരെ ഭംഗിയായിട്ട് പഠിക്കേണ്ടതാണ്. എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഞാൻ ചില കാര്യം മാത്രം ഇവിടെ പറയുന്നത്. അപ്പോൾ 16S rRNA ചിലർക്കെങ്കിലും ചില സംശയം കാണും അത് ഏതാണെന്നുള്ളത്. എന്തായാലും നമ്മൾ പല ഭാഗങ്ങളിൽ പഠിക്കുന്നതാണ്. നോക്കിയേ, ഞാനതൊന്നും ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. പ്രോകാരിയോട്ടിക് റൈബോസും യൂകാരിയോട്ടിക് റൈബോസും. പ്രോകാരിയോട്ടിക് റൈബോസും 70S ആണ്, യൂകാരിയോട്ടിക് 80S ആണ്. ഇവിടെ 70S, അതിന് 50S എന്നും 30S എന്നും 2 യൂണിറ്റ് ഉണ്ട്, ലാർജർ ആൻഡ് സ്മോൾ. ഇവിടെ അതുപോലെ ലാർജർ യൂണിറ്റിൽ 60S ആണ്, സ്മോളർ യൂണിറ്റിൽ 40S ആണ്. ഒരു റൈബോസം എന്ന് പറഞ്ഞാൽ അതിൽ എന്തെല്ലാം ഉള്ളത്? പ്രോട്ടീൻസും ഉണ്ട്, rRNA ഉണ്ട് തന്നല്ലോ. അത് ഏത് തരത്തിലുള്ള അതിന്റെ എത്ര സെറ്റ്ബർഗ് യൂണിറ്റ് ആണോ ഉള്ളതാണ്. 16S rRNA ഉണ്ട്, 30S യൂണിറ്റില്. 50S യൂണിറ്റിൽ 23S rRNA, 5S rRNA. അതുപോലെ 80S ഞാൻ ഇവിടെ പറയുന്നില്ല. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ പോയിന്റിനല്ല ഞാനിവിടെ വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതിവിടെ 16S rRNA കാര്യം ഓർമ്മിച്ചിരുന്നാൽ മതി. എന്തിനാണ്? മോളിക്കുലർ ബയോളജി നമ്മൾ പ്രോട്ടീൻ സിന്തസിസ് എല്ലാം പഠിക്കുമ്പോൾ ഞാൻ പറയും ഇത് ബൈ ഹാർട്ട് ആക്കുക. ബിക്കോസ് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും കോമൺ ആയിട്ടുള്ള rRNA ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? 5S rRNA അല്ലെ? 5S rRNA. ഞാനത് കൂടുതലേക്ക് പോകുന്നില്ല. 16S rRNA നമ്മുടെ പ്രോട്ടീൻ സിന്തസിൽ അവിടുത്തെ റോള് ഇതൊക്കെ നമ്മൾ പഠിക്കാം. അപ്പൊ ഇപ്പൊ തൽക്കാലം നമ്മുടെ പോയിന്റിലേക്ക് വരിക. 16S rRNA അതിന്റെ
പ്രത്യേക സീക്വൻസിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് 3 ഡൊമൈൻ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, based on the variations in 16 SRRNA. Carl Weiss in 1990 divided all these 6 kingdoms into 3 domains. Okay, then നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. അതുപോലെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, ഈ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവര് അതിന് ഇതിലിവിടെ 2 പോയിന്റല്ലേ ഞാൻ പറഞ്ഞു. ഇത് ഇവിടുത്തെ ആർക്കിബാക്ടീരിയയും യു ബാക്ടീരിയയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അതിൽ 10-12 പോയിന്റ് ഉണ്ട്. നെറ്റിനുള്ളവർ പ്രത്യേകിച്ച് ആ പോയിന്റ് എല്ലാം പഠിക്കണം. അതിന് കാരണം അതിൻ്റെ എല്ലാം പോയിന്റ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഏതെങ്കിലും സമയത്ത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ, ഇൻ ദ 5 kingdom classification, Chlamydomonas and Chlorella have been included in the Protista, Algae, Plantae, Monera. ഇതാ പ്രോട്ടിസ്റ്റയിലാണല്ലോ അല്ലെ. അപ്പൊ ഇത് എന്നാൽ ഏർലിയർ ക്ലാസിഫിക്കേഷനിൽ പ്ലാന്റ് പഠിക്കുമ്പോൾ ക്ലാമഡോമോണാസ് എക്സെട്ര എന്താ ഇവിടെ വരും പ്ലാന്റയിൽ അല്ലെ. പ്ലാന്റയിൽ ആൽഗെ സബ് കാറ്റഗറിയിൽ വരും, നമുക്കറിയാമല്ലോ. അപ്പൊ ഇവിടെ പ്രോട്ടിസ്റ്റയിലാണ് വരുന്നത്. Second question, prokaryotic and eukaryotic cells generally have which of the following features in common? Prokaryotic celലും eukaryotic കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ്? A membrane bound nucleus. രണ്ടിനും കോമൺ ആയിട്ട് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലല്ലോ, ഏതിനാണുള്ളത് നമുക്കറിയാം. A cell wall made of cellulose. സെല്ലുലോസ് മെയ്ഡ് ആയിട്ടുള്ള സെൽ വാൾ പ്ലാന്റയിലാണ് കാണുന്നത് അല്ലെ. അപ്പോൾ അതും കോമൺ അല്ല. റൈബോസും രണ്ടിലും കോമൺ ആണ്. അതുപോലെ ഫ്ലജെല്ല ഓർ സീലിയ ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ട്യൂബ്യൂൾസ് ഉള്ള ഫ്ലജെല്ല രണ്ടിലും ഇല്ലല്ലോ. അപ്പോൾ റൈബോസോം ആണ്. Which of the following is the correct hierarchical sequence of classifying organisms? നമുക്ക് ഇവിടെ കറക്റ്റ് എന്താ? ഡൊമൈൻ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഈ ഓർഡർ തെറ്റാതെ മനസ്സിലാക്കിയിരിക്കുക. പലർക്കും അതറിയാം, പക്ഷെ എക്സാം ഹാളിൽ ഇരുന്ന് ചിലപ്പോൾ മാറിപ്പോകും. അപ്പോൾ എന്താണ് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈൽ. ഇത് ഓർഡർ കറക്റ്റ് ആണല്ലോ. ഇനി ഡൊമൈൻ ആണോ ആദ്യം എന്നുള്ളതാണ്. കറക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡൊമൈൻ ഇവിടെ ഇദ്ദേഹം 3 ഡൊമൈൻ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്താ, ഡൊമൈൻ കിങ്ഡത്തിന് മേലെയാണ്. പക്ഷെ ഡൊമൈൻ ഇല്ല എങ്കിൽ ഏറ്റവും ആദ്യം ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറി ഏതാണ്? കിങ്ഡമാണ്. പക്ഷെ ഇവിടെ നോക്കി, നമുക്ക് ഞാൻ ഒന്നുകൂടെ അത് കാണിക്കാം. ഇവിടെ ഡൊമൈൻ യൂക്കാരിയോട്ട് നോക്കാം. യൂക്കാരിയോട്ടിന്റെ കീഴെയാണല്ലോ എന്താ, കിങ്ഡം, പ്രോട്ടിസ്റ്റ, കിങ്ഡം, ബാക്കിയുള്ളതെല്ലാം വരുന്നത്. അപ്പോൾ കിങ്ഡത്തിന് മേലെയാണ് എന്താ, ഡൊമൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4ാമത്തെ. Which of the following is not a domain in the 3 domain classification? 3 domain classificationല് ഡൊമൈൻ അല്ലാത്തത് ഏതാണ്? 4 കൊടുത്തിരിക്കുക. യൂക്കാരിയ, ബാക്ടീരിയ, സൈനോബാക്ടീരിയ, ആർക്കിയ. വ്യക്തമായിട്ട് ഇപ്പൊ നമുക്ക് അറിയാമല്ലോ ഏതാ. നമുക്കിപ്പോ ഇത് ആർക്കിയ ഉണ്ട്, യു ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയ സിംപ്ലി, ദെൻ യൂക്കാരിയ അല്ലെങ്കിൽ യൂക്കാരിയറ്റ്സ്. സൈനോബാക്ടീരിയ ശരിക്കും ഡൊമൈൻ അല്ലല്ലോ, 3ാമത്താണ് അല്ലാത്തത്. A kingdom that also comprises a domain. ഏതാണ്? ഒരു കിങ്ഡം ഡൊമൈനും കൂടെ ആയിട്ട് വരുന്നത് ഏതാണ്? യു ബാക്ടീരിയ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്രോകാരിയ. ഏതാ? നമ്മളവിടെ കണ്ടല്ലോ, ഏതാ? യു ബാക്ടീരിയ അല്ലെ. സിമ്പിൾ ആണ്, പക്ഷെ ഇത് പഠിച്ചാൽ എല്ലാവർക്കും തെറ്റാതെ എഴുതാം, പക്ഷെ പഠിക്കാത്തവർക്ക് പറ്റും. Then next, which kingdom is known as dumping ground kingdom of biological classification? അത് ഞാൻ അവിടെ പറഞ്ഞല്ലോ, എന്താണ്? പ്രോട്ടിസ്റ്റ അല്ലെ. ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ പ്രോട്ടിസ്റ്റ. അത് എന്തുകൊണ്ടാണ് ഗാർബേജ് ക്യാൻ ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡംപിംഗ് ഗ്രൗണ്ട് കിങ്ഡം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ,
If you like this video, please subscribe, like, share, and comment. Thank you.